നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മളെടുത്ത ഫോട്ടോസ്, അത് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ അതിനെ നോർമൽ ക്വാളിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ നമ്മളുടെ കയ്യിലുള്ള പഴയ ഫോട്ടോസ്, ക്ലിയർ അല്ലാത്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ നല്ല ക്വാളിറ്റി ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ 10, 20, 50 ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2, 3 ഫോട്ടോയെ കാണത്തുള്ളൂ നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ വന്ന ഫോട്ടോസിന് മിക്കപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ആ ഫോട്ടോസ് ചിലപ്പം ബ്ലർ ആയിരിക്കും. അതിൽ പോസും അതിൽ നമ്മൾ നിന്നിരിക്കുന്ന രീതിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്, പക്ഷേങ്കിൽ ഫോട്ടോ ബ്ലർ ആണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുത്താൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബ്ലർ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എയുടെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് തൊട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റ്പോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. HitPaw Photo Enhancer എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഫ്രീ ആയിട്ട് ഇത് ട്രൈ ചെയ്യാനായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്യാം. 1 മന്ത്, 1 ഇയർ, ലൈഫ് ടൈം, അങ്ങനെ 3 സബ്സ്ക്രിപ്ഷൻസും ഇവിടെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ട്രൈ ഫ്രീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ്വെയറിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇവിടെ മറ്റ് ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഡെസ്ക്ടോപ്പിൽ കണ്ടത് ഈ ഒരു ഫോട്ടോയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു ഫോട്ടോയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 AI മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മോഡൽ ജനറൽ മോഡലാണ്. ഇവിടെ നമുക്ക് ആനിമൽസിന്റെ പിക്ചേഴ്സ്, അതേപോലെ തന്നെ ബിൽഡിംഗ്, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നോയ്സ് ഉള്ള ഫോട്ടോസ്, കാർട്ടൂൺസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഫേസ് മോഡലിലാണ് നമുക്ക് ഫേസ് ഫോട്ടോസ് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നത്. അതിന് താഴെയായിട്ട് കളർ മോഡലിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഫേസ് ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ ഫേസ് മോഡൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ആക്സിലറേറ്റ് എന്നുള്ളതിൽ ഓൺ ഓഫ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ 400 ഇട്ട് കൊടുത്തു. ഇത്തരം കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് പ്രിവ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആവും. അതായത് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോട്ടോയെ മാക്സിമം എത്രയും ക്ലിയർ ആക്കി എടുക്കാൻ സാധിക്കുമോ ഈ ഒരു പ്രോസസ്സിംഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഈ ഫോട്ടോ കിട്ടുന്നതാണ്. നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഫോട്ടോസ് എത്ര ഡീപ്പായിട്ട് ബ്ലർ ആയിരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് പ്രോസസ് ചെയ്തെടുക്കാനുള്ള സമയം എടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഫോട്ടോ വന്നിരിക്കുന്നത് നോക്കുക. ആ ഫോട്ടോയിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഫോട്ടോ വല്ലാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലർ ആയിരുന്നു. പക്ഷേ രണ്ടാമത് ആ ഫോട്ടോയിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലേക്കാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അത്രയും ക്ലിയർ ആയ ഫോട്ടോ മാക്സിമം എത്രയും ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രയും ക്ലിയർ ആക്കിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോയുടെ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്വാളിറ്റി ആയിരുന്നു ആ ഒരു ഫോട്ടോയ്ക്ക്. ഒന്നും കാണത്തില്ല. അതേപോലെ തന്നെ കുറഞ്ഞ MB കുറഞ്ഞ സൈസിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുത്തത്. എന്തായാലും നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസിലും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. ചില ഫോട്ടോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൽ വർക്ക് ആകത്തേയില്ല. ചില ഫോട്ടോസ് ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. ഈ രീതിയിൽ ഫോട്ടോസിലെ ബ്ലർ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അഥവാ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നല്ല രീതിയിൽ ബ്ലർ മാറി ഈ രീതിയിൽ വരുന്നുണ്ടോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പ്രോ വേർഷൻ നിങ്ങൾക്ക് ബൈ ചെയ്താൽ മതിയായിരിക്കും. കാരണം ഈ ഒരു സെറ്റപ്പ് വരെ നമുക്ക് പോകാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിത് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഫുൾ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഫുൾ വേർഷൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.